റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് പിടിയിലായ മൂവാറ്റുപുഴ സ്വദേശിക്ക് IS ബന്ധമെന്ന് സ്ഥിരീകരണം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയ ആദിൽ IAS ഘടകം രൂപീകരിക്കാൻ ശ്രമിച്ചെന്ന് കണ്ടെത്തൽ. സാമൂഹിക മാധ്യമത്തിലൂടെ IS ആശയം പ്രചരിപ്പിക്കാനാണ് ആദിൽ ശ്രമിച്ചത്. മലയാളികളെ ലക്ഷ്യമിട്ടായിരുന്നു ആശയപ്രചാരണം. ആദിലിന്റെ സുഹൃത്തുക്കളെയും ATS ചോദ്യം ചെയ്യും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ് റോഷി. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ആണ്. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ആദിലിന് IS കണക്ഷൻ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണോ ATS? അരുൺകുമാർ, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ആദിലിനെ കസ്റ്റഡിയിലെടുത്തത്. ആദിലിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആദിലിനെ ATSന് പുറമെ NIA ഉദ്യോഗസ്ഥന്മാരും IB ഉദ്യോഗസ്ഥന്മാരും ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിൽ നിന്നുകൊണ്ടാണ് ആദിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംസ്ഥാനത്ത് യുവാക്കളെ കേന്ദ്രീകരിച്ച് IS ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ ആശയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനു ശേഷം അതിൽ താല്പര്യമുള്ള യുവാക്കളെ ചേർത്തുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ അക്കൗണ്ട് തുറന്നു. ആ യുവാക്കളെ ഒരുമിച്ച് ചേർത്താൻ അവരെ ഒരു യോഗം സംസ്ഥാനത്ത് വിളിച്ചു ചേർക്കാനുള്ള നീക്കമാണ് നടന്നത്. അതിൻ്റെയൊക്കെ ആവശ്യാർത്ഥം സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് കൊച്ചി വിമാനത്താവളത്തിലേക്ക് വരാതെ തിരുവനന്തപുരം വിമാനത്താവളം വഴി എത്തുമ്പോഴാണ് ATS കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ തന്നെ ആദിൽ നിരീക്ഷണത്തിലാണെന്ന് ആദിലിന് തന്നെ ബോധ്യപ്പെടുന്നുണ്ടായിരുന്നു. കാരണം പോലീസ് ആദിലിന്റെ പ്രദേശങ്ങളിൽ ഒക്കെ കേന്ദ്രീകരിച്ച ചില പരിശോധനകളൊക്കെ നടത്തിയത് മനസ്സിലാക്കിയതാണ്. അങ്ങനെ രഹസ്യമായി നാട്ടിലെത്തി ഈ IS ആശയത്തിൽ താല്പര്യമുള്ള യുവാക്കളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതാണിപ്പോൾ ATS പരാജയപ്പെടുത്തിയത്. ISവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ IS സ്വാധീന മേഖലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് അതിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ATSന്റെ സ്ഥിരീകരണം. അങ്ങനെ സംസ്ഥാനത്ത് നിന്നും കൂടുതൽ യുവാക്കളെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം ഉണ്ടായിരുന്നു എന്നുകൂടി പരിശോധിക്കുന്നു. അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. അതിനൊപ്പം തന്നെ അതിൻ്റെ സുഹൃത്തുക്കളൊക്കെ നിരീക്ഷണത്തിലാണ്. നമുക്കറിയാം 2016 ആദ്യം ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ ചില സാന്നിധ്യം സംസ്ഥാനത്ത്, അത് തൃക്കരിപ്പൂർ മേഖലയിൽ നിന്നും ഏതാണ്ട് 21 പേർ, ഡോക്ടർ ഉൾപ്പെടെ യുവാക്കളായ സ്ത്രീകളടക്കം വിദേശത്തേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുന്നത് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് കോഴിക്കോട് സ്വദേശിയായ സജീർ മംഗലശ്ശേരിയാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് കണ്ടെത്തി. പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ സജീർ മംഗലശ്ശേരി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷം കനകമലയിൽ 2016 കനകമലയിൽ, തലശ്ശേരിയിലെ കനകമലയിൽ വെച്ച് 6 പേർ ചേർന്ന് ഒരു ഗൂഢാലോചന, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഗൂഢാലോചന നടത്തുമ്പോൾ അത് NIAയും ഒപ്പം IBയും ചേർന്ന് ആ ഓപ്പറേഷൻ പരാജയപ്പെടുത്തി അവരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ കേസ് NIA ആണ് അന്വേഷിച്ചത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 1 വർഷം മുമ്പ് തൃശൂർ കേന്ദ്രീകരിച്ച് സമാനമായ രീതിയിൽ IS ആശയം പ്രചരിപ്പിക്കുകയും യുവാക്കളെ ഏകോപിപ്പിച്ച ചില ആക്രമണ പദ്ധതികൾ സംസ്ഥാനത്ത് ആസൂത്രണം ചെയ്യുന്നത് പരാജയപ്പെടുത്തിയതാണ്. അതും ATS ആണ് അതിന് നേതൃത്വം നൽകിയത്. അതിലും IBയുടെ സഹായമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസിയും ഒപ്പം രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഉൾപ്പെടെ ISന്റെ ആശയം പ്രചരിപ്പിക്കുന്നവരെ നിരീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് യുവാക്കളെ ലക്ഷ്യം വെച്ച് രാജ്യത്തിന് പുറത്ത് ചില മലയാളികൾ തന്നെ ഈ തരത്തിൽ ആശയം പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കടുത്ത വകുപ്പുകൾ ചേർക്കാൻ സാധ്യതയുണ്ട്. UAPA ചുമത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ NIAക്ക് ഈ കേസ് കൈമാറാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കുമാ.